വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ ദ ആനുവൽ എക്സാമിന്റെ സമയമാണ്. ബേസിക് സയൻസ് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ആനുവൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് മിക്സ് ആൻഡ് സെപ്പറേറ്റ് അല്ലെ, ചേർക്കാം പിരിക്കാം. ഈ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഇതാ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് പോവാണ്. നമുക്ക് നോക്കാടാ, ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ മോളിക്യൂൾ അഥവാ തന്മാത്രകളെ കൊണ്ട് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം, ഒരു സബ്സ്റ്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സബ്സ്റ്റൻസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള, എല്ലാ ഗുണങ്ങളുമുള്ള, അതിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെ അല്ലെ, ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ അതിന്റെ തന്മാത്രകൾ എന്ന് വിളിക്കുന്നത് അല്ലെ. ഏത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? തന്മാത്രകൾ കൊണ്ടാണ് അല്ലെങ്കിൽ മോളിക്യൂൾസ് കൊണ്ടാണ്. ഈ മോളിക്യൂൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? വ്യത്യസ്തമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒക്കെ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് പ്യൂർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സ് ആയിരുന്നു അല്ലെ. ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം, എന്താണ് പ്യൂർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ ശുദ്ധ പദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പദാർത്ഥം നമ്മൾ നോക്കി അതിനകത്ത് മക്കളെ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് മോളിക്യൂൾ അല്ലെ, ഒരേ തരത്തിലുള്ള തന്മാത്രകൾ മാത്രമേ ഉള്ളൂ. ഏത് തന്മാത്ര നോക്കിക്കഴിഞ്ഞാലും എല്ലാം ഒരേപോലെ ഉണ്ട് അല്ലെ. അങ്ങനെ സിംഗിൾ ടൈപ്പ് അല്ലെങ്കിൽ ഒരേ ടൈപ്പ് തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾ ആണല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്യൂർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥം എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതാ നമ്മൾ വാട്ടർ എടുത്തു, ഒരു എക്സാമ്പിൾ ആണ്. ജലം എടുത്തു. വാട്ടർ നമ്മൾ ജലം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള മോളിക്യൂൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ജലത്തിന്റെ മോളിക്യൂൾസ് ആയിരിക്കും അല്ലെ, വാട്ടർ മോളിക്യൂൾസ് ആയിരിക്കും. ഷുഗർ എടുത്തു, ഷുഗറിന്റെ മോളിക്യൂൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോൾട്ട് എടുത്തു, സോൾട്ടിന്റെ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ അല്ലെ. ഇവിടെയുള്ള ഓരോരുത്തരും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും അതിനകത്തൊക്കെ ഒരേ ടൈപ്പ് മോളിക്യൂളെ കാണുള്ളൂ. സോ ഇവരെല്ലാം എന്താണ്? പ്യൂർ സബ്സ്റ്റൻസ് അഥവാ ശുദ്ധ പദാർത്ഥങ്ങളാണ് അല്ലെ. നേരെ മറിച്ച് നമ്മൾ ചില സബ്സ്റ്റൻസ്, ചില പദാർത്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒന്നിലെ കൂടുതൽ ഇനം മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇഫ് ദർ ആർ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾ പ്രസന്റ് ഇൻ എ സബ്സ്റ്റൻസ് ഇറ്റ് ഈസ് കോൾഡ് മിക്സ്ചേഴ്സ് അല്ലെ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ മിശ്രിതം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഷുഗർ സൊല്യൂഷൻ എടുത്തു എന്ന് വിചാരിക്കാം. ജസ്റ്റ് എക്സാമ്പിൾ കേട്ടോ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഷുഗറും ഉണ്ട് വാട്ടറും ഉണ്ട് അല്ലെ. അപ്പൊ ഷുഗർ മാത്രം പറയുമ്പോൾ പ്യൂർ സബ്സ്റ്റൻസാ, വാട്ടർ മാത്രം പറയുമ്പോൾ പ്യൂർ സബ്സ്റ്റൻസാ. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് അതിനകത്തുള്ള മോളിക്യൂള് നമ്മൾ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഷുഗറിന്റെ മോളിക്യൂളും ഉണ്ട്, വാട്ടറിന്റെ മോളിക്യൂളും ഉണ്ട് അല്ലെ. അപ്പൊ രണ്ട് ടൈപ്പ് ആയില്ലേ. അപ്പൊ ഒന്നിലും കൂടുതൽ ടൈപ്പ് മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്രകൾ ഉണ്ടോ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? മിക്സ്ചർ അഥവാ മിശ്രിതം എന്ന് വിളിക്കും. ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. എങ്ങനെയൊക്കെയാണ്? ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് അല്ലെ. ഏകാത്മക മിശ്രിതവും ഉണ്ട്, നമുക്ക് ഭിന്നാത്മക മിശ്രിതവും ഉണ്ട്. അതായത് ഒരു മിശ്രിതം എടുത്തു, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഷുഗർ സൊല്യൂഷൻ തന്നെ ആയിക്കോട്ടെ. ഷുഗർ സൊല്യൂഷൻ ഒരു ഗ്ലാസ്സിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് നോക്കിയാലും അല്ലെങ്കിൽ എവിടെ നിന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും ഒക്കെ ഒരേ രുചിയാണ് അല്ലെ. അതായത് ആ ഒരു മിക്സ്ചറിന്, ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി എന്ന് പറയുന്ന നമ്മുടെ കയ്യിലുള്ള മിശ്രിതത്തിന് എവിടെയും ത്രൂ ഔട്ട് എന്താണ്? ഒരേ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേപോലെ തോന്നിക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നണമെന്ന് പോലും ഇല്ല അല്ലെ, ഒരു മിക്സ്ചർ ആണെന്ന്. പക്ഷെ അതിനകത്ത് രണ്ട് ടൈപ്പ് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ത്രൂ ഔട്ട് സെയിം പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോജീനിയസ് അഥവാ ഏകാത്മക മിശ്രിതം അല്ലെ. എല്ലാം കൂടെ ഒന്നുപോലെ തോന്നിക്കുകയാണ്. അപ്പൊ ഏകാത്മക മിശ്രിതം, സെയിം എന്നാണ് ഹോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. സോൾട്ട് സൊല്യൂഷൻ ഒക്കെ എന്താണ്? ഹോമോജീനിയസ് ആണ് അല്ലെ. എന്നാൽ ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഈ പറയുന്ന ഒരു ലായനി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മിശ്രിതം നമ്മൾ എടുത്തു കേട്ടോ. ലായനി അല്ല, ഒരു മിശ്രിതം, ഒരു മിക്സ്ചർ നമ്മൾ എടുത്തു. ആ മിശ്രിതം അല്ലെങ്കിൽ മിക്സ്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് ആ പല ഭാഗത്തിനും പല സ്വഭാവമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമ്മുടെ മഡി വാട്ടർ എടുത്തു, നമ്മൾ ഇതാ ഈ കാണുന്ന പോലെ നമ്മുടെ ചെളി വെള്ളം എടുത്തു എന്ന് വിചാരിക്കാം. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് മണലിട്ടേക്കുവാണ് കേട്ടോ. നമ്മൾ എത്ര ഇളക്കി എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഓരോ ഭാഗം നമ്മൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള പാർട്ടിക്കിളിലൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് പറയാം, ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെന്റ് പാർട്സ് അല്ലെ, ഓരോ ഭാഗത്തിനും എന്താണ്? ഓരോരോ സ്വഭാവമാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെട്രോജീനിയസ് അഥവാ ഭിന്നാത്മക മിശ്രിതം എന്ന് വിളിക്കുന്നത്. നമ്മുടെ സംഭാരം ആയിക്കോട്ടെ, മഡി വാട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഭിന്നാത്മക മിശ്രിതങ്ങളാണ്, ഹെട്രോജീനിയസ് മിക്സ്ചർ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സെപ്പറേഷൻ മെത്തേഡ്സ് ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം, ചെറിയ ചെറിയ സാധനങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നമ്മൾ ബൈ ഹാൻഡ് പിക്കിംഗ് അല്ലെ, നമ്മൾ കൈ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? സെപ്പറേറ്റ് ചെയ്തെടുക്കാറുണ്ട്. എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ വ്യത്യസ്ത രീതിയിലുള്ള മാർഗങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അതിൽ ഏറ്റവും
പ്രധാനപ്പെട്ടതാണ്. യെസ്, ആദ്യത്തെ ഒരെണ്ണം ഡിക്കാൻറ്റേഷൻ അല്ലെ, തെളിയൂറ്റൽ. വെരി സിമ്പിൾ. നമ്മളെ കയ്യിൽ ഇതാ ഒരു കുറച്ച് ചെളി വെള്ളം ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സാൻഡിന്റെയും വാട്ടറിന്റെയും മിക്സ്ചർ ഉണ്ട് എന്ന് വിചാരിക്കുക. കുറച്ച് സമയം നമ്മൾ ഇതാ ഈ കാണുന്ന പോലെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മണലെല്ലാം കൂടെ വന്നിട്ട് താഴെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ തുടങ്ങും അല്ലെ, വന്ന് അടിയാൻ തുടങ്ങും. അങ്ങനെ അടിഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് അത്യാവശ്യം തെളിഞ്ഞ വെള്ളം മാത്രം കിട്ടില്ലേ? ചെറിയ രീതിയിലൊക്കെ ഈ പറയുന്ന പോലെ കലക്കൊക്കെ ഉണ്ടാവെങ്കിൽ പോലും ഒരു തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിലെ കിണറിലെ വെള്ളമൊക്കെ കോരിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അത്യാവശ്യം എന്താണ് തെളിഞ്ഞ വെള്ളം നമുക്ക് കിട്ടും അല്ലെ. ആ വെള്ളം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഊറ്റിയെടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ തെളിയൂറ്റൽ എന്ന് പറയുന്നത്. യെസ്, തെളിഞ്ഞ വെള്ളം ഇങ്ങനെ ഊറ്റിയെടുക്കുക അല്ലെ, തെളിയൂറ്റൽ അല്ലെങ്കിൽ എന്താണ്? ഡീകാൻറ്റേഷൻ. അപ്പൊ ചെളിവെള്ളം ആലോചിക്കാൻ നിങ്ങൾ, ചെളീനെയൊക്കെ നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യിപ്പിച്ചിട്ട് ആ മുകളിൽ വരുന്ന ലിക്വിഡ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ പറഞ്ഞു അത് കംപ്ലീറ്റ് ആയിട്ട് എന്താവണം എന്നില്ല, ക്ലിയർ ആവണം എന്നില്ല അല്ലെ. അപ്പൊ അവിടെ നമുക്ക് മറ്റൊരു മെത്തേഡ് ഉണ്ട്. യെസ്, കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്ത്? നമ്മുടെ അരിക്കൽ അല്ലെങ്കിൽ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു അരിപ്പ നമ്മൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. ഇപ്പൊ വീട്ടിൽ ചായ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ അരിച്ചെടുക്കാറുണ്ട് അല്ലെ. അത് ഫിൽട്രേഷൻ ആണ്. സ്ട്രെയിനർ യൂസ് ചെയ്ത് നമ്മൾ അരിച്ചെടുക്കാറുണ്ട്. പൊടി നമ്മൾ അരിക്കുന്നത് കണ്ടിട്ടുണ്ടാവോ? ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റിന്റെ പണിക്കൊക്കെ യെസ്, നമ്മുടെ മണല് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അരിക്കാറുണ്ട് അല്ലെ, വലിയ വലിയ കല്ലുകളൊക്കെ ഒഴിവാക്കാനായിട്ട്. പക്ഷെ ഇതിനൊക്കെ നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള സീവ് അല്ലെങ്കിൽ അരിപ്പയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സന്ദർഭത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഉപകരണം മാറുന്നു. പക്ഷെ മെത്തേഡ് എന്ത് തന്നെയാണ്? ഫിൽട്രേഷൻ അഥവാ അരിക്കലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് നമ്മുടെ ബാഷ്പീകരണം, ഇവാപ്പറേഷൻ ആണ്. അപ്പൊ അത് നമുക്കറിയാം എന്താണ്? ഒരു ദ്രാവകം താപം സ്വീകരിച്ചിട്ട് എന്താവുന്നു? വാതകാവസ്ഥയിലേക്ക് പോകുന്നു അല്ലെ. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ എന്താവുന്നു? വാട്ടർ വേപ്പർ ആവുന്നു. അതാണ് ഇവാപ്പറേഷൻ അല്ലെ. ജലബാഷ്പമാവുകയാണ്, നീരാവിയാവുകയാണ്. അതാണ് ഈ ബാഷ്പീകരണം. എന്നാൽ സെപ്പറേഷൻ മെത്തേഡിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? യെസ്, നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആലോചിക്കുക. സോൾട്ട് സൊല്യൂഷൻ എടുത്തു, നമ്മൾ ചൂടാക്കുവാണ്. ആ വെള്ളമൊക്കെ എന്തായി പോകും? നമ്മൾ വറ്റിപ്പോയി എന്ന് പറയൂലേ. അതായത് നടക്കുന്നത് എന്താണ്? വേപ്പർ ആവുകയാണ്, ഇവാപ്പറേഷൻ, ബാഷ്പീകരണം നടക്കുകയാണ്. അവശേഷിക്കുന്ന ഉപ്പ് മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തൂടെ? ഇതേ ടെക്നിക്കാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ടു സെപ്പറേറ്റ് സോൾട്ട് ഫ്രം സോൾട്ട് പാൻസ് അല്ലെ. ഉപ്പളങ്ങളിൽ നിന്ന് ഉപ്പ് വേർതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് എന്ത്? നമ്മൾ ഈ പറയുന്ന ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് യെസ്, നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മുടെ മാഗ്നെറ്റ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. മാഗ്നെറ്റ് അല്ലെങ്കിൽ കാന്തം നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ അയേൺ അല്ലെ, അയേണും സാൻഡും കൂടെ മിക്സ് ആയി കിടക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാഗ്നെറ്റ് അല്ലെങ്കിൽ കാന്തം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അയേണിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും അല്ലെ. അയേണിനെ അല്ലെങ്കിൽ ഇരുമ്പ് പൊടിനെ എന്ത് ചെയ്യും? കാന്തം ആകർഷിക്കുന്നുണ്ട്. ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് അല്ലെ മാഗ്നറ്റിക് സെപ്പറേഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റും. അപ്പൊ കാന്തിക വസ്തുക്കൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അട്രാക്ട് ചെയ്യുന്ന ആളുകളും അട്രാക്ട് ചെയ്യാത്ത ആളുകളും തമ്മിൽ മിക്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാഗ്നെറ്റ് അല്ലെങ്കിൽ കാന്തം നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ ചാപ്റ്ററിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മക്കളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഇനി എന്താണ് ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നോക്കണം അല്ലെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടായിരിക്കും ഇനിയുള്ള വീഡിയോയിൽ മിസ്സും അതുപോലെ തന്നെ മറ്റു ആളുകളും ഒക്കെ വരുന്നുണ്ടാവുക. നമുക്ക് കണ്ടുമുട്ടാടാ. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.